അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലയ്ക്കലിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ബേസ് ക്യാമ്പ് വിപുലീകരിക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ മണ്ഡലകാലം കഴിഞ്ഞയുടൻ ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. ഇതിനായി വനംവകുപ്പിൽ നിന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. 2007 മുതൽ ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ശബരിമല മാസ്റ്റർ പ്ലാനിലും നിലയ്ക്കലാണ് ബേസ് ക്യാമ്പായി പരിഗണിക്കുന്നത്. വർഷങ്ങളെടുത്ത് പണി പൂർത്തിയാക്കേണ്ട മാസ്റ്റർ പ്ലാനിലെ പല നിർദ്ദേശങ്ങളും പ്രളയം കാരണം താൽക്കാലികമാണെങ്കിലും വെറും 2 മാസം കൊണ്ടാണ് നിലയ്ക്കലിൽ പ്രവർത്തന സജ്ജമാക്കിയത്. ഇതിന്റെ ചുവട് പിടിച്ച് വരും വർഷങ്ങളിലും മാസ്റ്റർ പ്ലാനിലേതുപോലെ സൗകര്യങ്ങൾ വിപുലീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന് കൂടുതൽ സ്ഥലം ആവശ്യമായതിനാൽ വനംവകുപ്പിന്റെ അനുമതിക്കായി ബോർഡ് കാത്തിരിക്കുകയാണ്. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ വിപുലമായ പദ്ധതികളും ബോർഡ് ആലോചിക്കുന്നുണ്ട്. കുടിവെള്ളം കൂടുതൽ സംഭരിക്കാൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. നിലയ്ക്കൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ഏർപ്പാട് എന്തായാലും അടുത്ത വർഷം നിലയ്ക്കൽ അങ്ങനെ ഒരു പ്രതിസന്ധി വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് ഉറപ്പു പറയുകയാണ്. അടുത്ത മണ്ഡലകാലത്ത് തന്നെ ബേസ് ക്യാമ്പിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജോലിക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റും താമസിക്കാനുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സ്, വ്യാപാര കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ എന്നിവയും ഉടൻ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയിലേറെ ശുചിമുറികളും വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തേണ്ടി വരും. എന്നാൽ മാസ്റ്റർ പ്ലാൻ അന്തിമരൂപമാക്കി സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്. അഹമ്മദ് മുജിത്തബ, മീഡിയ 1, ശബരിമല.